നാളികേരത്തിൻ്റെ നാട്ടിൽ നാഴിയിടങ്ങഴി മണ്ണും അതിലൊരു കൊച്ചു വീടും സ്വപ്നം കാണുന്നവരാണ് നമ്മൾ. ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വീടിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ചെറിയ സ്ഥലത്തെ വലിയ വീട്, ജാലകത്തിൽ വീടിന്റെ ഇന്റീരിയർ ചെലവ് കുറച്ച് ചെയ്യാനുള്ള മാർഗങ്ങൾ, ഷോക്കേസിൽ വീടിനകത്ത് ഉപയോഗിക്കാവുന്ന ചെടികൾ. ഫോർട്ട് കൊച്ചിയിലെ ചുള്ളിക്കൽ എന്ന സ്ഥലത്ത് തങ്കച്ചനും ഭാര്യ സിന്ധുവിനും വേണ്ടി ഡിസൈനർ ജഡ്സൺ ഒരുക്കിയ ചുള്ളിക്കൽ എന്ന വീടിന്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുന്നത്. കോണ്ടംപററി സ്റ്റൈൽ ഡിസൈൻ ആണ് ഈ വീടിന്റെ എലിവേഷന് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് ആണ് എലിവേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല വലിയൊരു കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു കാർ പോർഷൻ ഉണ്ട്. അതേപോലെ കാർ പോർഷന്റെ ഒരു റൂഫിന്റെ ഭാഗം പെർഗോളയാണ് ചെയ്തിരിക്കുന്നത്. പെർഗോളയുടെ മുകളിൽ പോളികാർബണേറ്റ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെർഗോളയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഗ്ലാസിന്റെയും സ്റ്റീലിന്റെയും ഫ്രെയിമിന്റെ ഒരു സൺഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. മൂന്നര സെന്റ് സ്ഥലത്താണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങളും ഈ വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് 3 ബെഡ്റൂംസ് ഉണ്ട്. അതുപോലെ ഡൈനിങ് റൂമും ലിവിംഗ് റൂമും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സിറ്റ് ഔട്ട് ബാൽക്കണി കൂടാതെ ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് ഏരിയ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂൾ അനുസരിച്ച് വീടിന്റെ മുന്നിലും പുറകിലും ആയിട്ട് കുറച്ച് ഓപ്പൺ സ്പേസ് വിടണം എന്നാണ്. ആ ഓപ്പൺ സ്പേസ് നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ ആണെങ്കിലും വളരെ എലിവേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കോമ്പൗണ്ട് വാളിന് ചൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നമ്മൾ വീടിനകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഓൾട്ടറാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഓൾട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒട്ടും തന്നെ ഓർണമെന്റേഷൻ കൊടുത്തിട്ടുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഫിനിഷ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും തെങ്ങിൻ്റെ പുറത്തെ ചട്ട കഷ്ണങ്ങളാക്കി ഒട്ടിച്ചിരിക്കുകയാണ് ഗം വെച്ച്. എന്നിട്ട് അതിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വാർണിഷ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷായിട്ട് നമുക്ക് തോന്നും. വളരെ പോഷ് ആയിട്ടുള്ളത് എന്നാൽ വളരെ ചിലവ് കുറഞ്ഞായിട്ടുള്ള ഒരു ഫിനിഷാണത്. ഈ ഓൾട്ടറിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു TV യൂണിറ്റ് വെക്കാനുള്ള ഒരു സെൻറ്ററും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിന് മൊത്തം ഒരു മോഡേൺ സ്റ്റൈൽ ഇൻറ്റീരിയേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസിനും സ്മൂത്ത് ഫിനിഷിനും അതുപോലെ പല പല മെറ്റീരിയൽസിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് ലിവിംഗ് റൂമാണ് വീടിൻ്റെ. ലിവിംഗ് റൂം ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. മുകളിലത്തെ റൂഫ് ലെവലിൽ ഒരു സ്കൈലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ലിവിംഗ് ഏരിയയിൽ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാത്രം ഡിഫറെൻറ്റ് ഫ്ലോറിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ വുഡൻ ഫിനിഷാണ് ഈ ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫേർണിച്ചേഴ്സാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട് ചെയ്യുമ്പോൾ 3.5 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ചെയ്തത്. 1200 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഏരിയ. അതിൽ 3 ബെഡ്റൂം, ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റായിട്ട് മെസനൈൻ കട്ട് ചെയ്തിട്ട് ലൈറ്റിംഗ് മുകളിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തലത്തിലേക്ക് തന്നെ ഒരു ഇൻറ്റീരിയറിൻ്റെ എത്രമാത്രം ചെറിയ വീടുകൾക്ക് ഇൻറ്റീരിയർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ ഇതിനുണ്ടായിരുന്നു. അതുപോലെ ഫ്ലോറിങ്ങിലായാലും കിച്ചണിലായാലും എല്ലാം ഒരു ചെറിയ വീടിൻ്റെ ഇണക്കത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കോസ്റ്റ്ലി വീടിൻ്റെ ഒരു ഫീൽ കിട്ടത്തക്ക രീതിയിൽ ആണ് ഇത് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കുറേ ഒരു വലിയൊരു ഘടകമാണ് ഇതിൻ്റെ നിറങ്ങൾ. ഒരു നിറവും ഒരു നിറത്തെ കടന്നാക്രമിക്കാതെ കൃത്യമായ രീതിയിലാണ് നിറങ്ങൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയുടെ സ്പേസ് നമ്മൾ കണ്ടെത്തിയപ്പോൾ തന്നെ അതിൻ്റെ വുഡിൻ്റെ ഫ്ലോറിങ് വേണമെന്ന് ക്ലയൻറ്റിന് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ നിറയെ വുഡ് കൊടുക്കാതെ പ്യൂർ വൈറ്റ് വെട്രിഫൈഡ് ടൈലും വുഡിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെങ്കിലും ഒരു ഐസോമെട്രിക് വ്യൂവിലാണ് ഇത് ഡിസൈൻ എലിവേഷൻ ഉണ്ടാക്കിയത്. സ്ട്രേറ്റ് ലൈൻസാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 3.5 സെൻറ്റ് സ്ഥലം എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മഹിമ അല്ലെങ്കിൽ ഒരു പൊലിമ ഇതുമേ ഉണ്ടായിരിക്കണമെന്ന് ക്ലയൻറ്റിൻ്റെ വലിപ്പത്തിനോട് അല്പം കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ക്ലയൻറ്റും കൂടി ആയതുകൊണ്ട് ഒരു വലിപ്പം തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തത്.